ലോക്സഭയിലും രാജ്യസഭയിലും സാമ്പത്തിക സർവേ റിപ്പോർട്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. അതിനു മുൻപ് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെയും അനുസ്മരണ യോഗവും ചേർന്നിരുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ വിനീത VG നൽകും ഡൽഹിയിൽ നിന്ന്. വിനീത, എന്തൊക്കെയാണ് സാമ്പത്തിക സർവേയിൽ പറയുന്നത്? അതിൻ്റെ ഉള്ളടക്കം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? ആഗോള സാമ്പത്തിക പ്രതിസന്ധി അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കും, എങ്ങനെ ബാധിച്ചു എന്നതിൻ്റെ സൂചനകൾ ഒരു പക്ഷേ ഈ റിപ്പോർട്ടിൽ കാണുന്നല്ലോ. രൂപയുടെ മൂല്യശോഷണം ഉൾപ്പെടെ ചില പ്രശ്നങ്ങളുണ്ട്. അതിനെയൊക്കെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ ഉറപ്പായും അവലോകന റിപ്പോർട്ടിൽ കാണുമല്ലോ, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് വിജയകുമാർ. ഇതിനോടകം തന്നെ രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ, പുരോഗതി, രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, ഇങ്ങനെയുള്ള വിശദാംശങ്ങളൊക്കെ തന്നെ ഈ റിപ്പോർട്ടിലുണ്ട്. അല്പസമയം മുൻപാണ് ഈ റിപ്പോർട്ട് ഇരു സഭകൾക്കും മുൻപ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ സമർപ്പിച്ചത്. ഇനി ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾക്കായി നമ്മൾ കാത്തിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകും എന്ന് തന്നെയാണ് കരുതുന്നത്. രാജ്യം ഈ 2024-25 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിനുണ്ടായ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി, രൂപയുടെ മൂല്യം ഉൾപ്പെടെയുള്ള വിശദാംശങ്ങളൊക്കെ തന്നെ ആ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ നയപ്രഖ്യാപന പ്രസംഗം പൂർത്തിയാക്കി രാഷ്ട്രപതി സഭയിൽ നിന്ന് ഇറങ്ങിയതിന് പിന്നാലെയാണ് സഭ വീണ്ടും ചേർന്നത്. ഒപ്പം തന്നെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അദ്ദേഹത്തിനായി ആദരം അർപ്പിക്കുന്നതിനായി പ്രത്യേകം ഒരു യോഗം, അനുസ്മരണ യോഗവും ചേർന്നിട്ടുണ്ടായിരുന്നു. ആ യോഗത്തിൽ തന്നെ ഈ കുംഭമേളയിൽ ജീവൻ നഷ്ടമായവർക്ക് വേണ്ടി അനുശോചനവും അറിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നാലെയാണ് ഈ ഇരു സഭകൾക്കും മുൻപിൽ നിർമ്മല സീതാരാമൻ ഈ റിപ്പോർട്ട് സമർപ്പിച്ചത്. അല്പസമയത്തിനകം തന്നെ ഈ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇരു സഭകളും നാളത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. യെസ്, വിനീത VG ആണ് വിവരങ്ങൾ നൽകിയത്. സാമ്പത്തിക സർവേയിലെ ഉള്ളടക്കം സംബന്ധിച്ച വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ലോക്സഭയിലും രാജ്യസഭയിലും അത് ടേബിൾ ചെയ്തിട്ടുണ്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ.